ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് tutti frutti എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പപ്പായ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. കടയിൽ നിന്നും വാങ്ങുന്ന അതേ tutti frutti നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഐസ്ക്രീമിലും കേക്ക്സിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന tutti frutti ആണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ച പപ്പായ എടുത്തിട്ടുണ്ട്. നമുക്കിതിന് വേണ്ടിയിട്ട് 1/2 കിലോ പപ്പായയാണ് വേണ്ടത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പപ്പായ 1 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കുരുവൊന്നും അധികം ഇല്ലായിരുന്നു. അപ്പോൾ കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കളഞ്ഞെടുക്കണം. ഇപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഉള്ളിലായിട്ടുള്ള ഈ കുരു വരുന്ന ആ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇപ്പോൾ ഞാനിത് മുഴുവൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ ക്യൂബ്സ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ tutti fruttiയുടെ അതേ സൈസിലൊന്ന് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ പപ്പായ മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പപ്പായ വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഏകദേശം 4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പപ്പായ പകുതി വെന്ത് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. 5 മുതൽ 10 മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതിയാകും. കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ അത് പകുതി വെന്ത് വരും. ഇപ്പോൾ നമ്മുടെ പപ്പായ പകുതി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം ഇത് സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ സ്റ്റവിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളയണം. ഇപ്പോൾ ഞാനിതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ പാത്രത്തിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പപ്പായ വേവിച്ചെടുക്കുന്നത് ഷുഗർ സിറപ്പിലാണ്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ഈ ഷുഗർ സിറപ്പ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഒരു 20 മിനിറ്റെങ്കിലും ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. ഷുഗർ സിറപ്പ് നല്ലതുപോലെ വറ്റി വരണം. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പപ്പായ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കുറച്ച് കൂടുതൽ സമയം വെച്ചതുകൊണ്ടാണ് ഇത്രയും വറ്റി വന്നത്. കയ്യിൽ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ചെയ്താൽ മതി. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ വറ്റിയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിനി ഇത് 4 ബൗളിലായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 കളറിലും 4 ഫ്ലേവറിലുമാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 4 എസൻസ് ആണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യത്തെ ബൗളിൽ 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതിൽ 1/4 ടീസ്പൂൺ സ്ട്രോബെറി എസൻസ് ആണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പിസ്താഷ്യോയുടെ എമൽഷൻ ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഒന്നിൽ പൈനാപ്പിൾ എസൻസ് ആണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ടെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എസൻസ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ ബൗളിൽ യെല്ലോ കളറാണ് ചേർത്ത് കൊടുത്തത്. സ്ട്രോബെറി എസൻസ് ഒഴിച്ച ബൗളിലേക്ക് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളറൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 4 കളറാണ് ചെയ്തത്. പൈനാപ്പിൾ എസൻസ് ഒഴിച്ചതിൽ ഓറഞ്ച് ഫുഡ് കളറാണ് ഒഴിച്ചു കൊടുത്തത്. ഓറഞ്ച് എസൻസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കളർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് കളർ നല്ലതുപോലെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 12 മണിക്കൂറെങ്കിലും ഇതിനെ മാറ്റി വയ്ക്കണം. ഒരു ദിവസം വരെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ട് 12 മണിക്കൂറായിട്ടുണ്ട്. കളറൊക്കെ ഇതിൽ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ എക്സസ് ആയിട്ട് ഷുഗർ സിറപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഒരു കിച്ചൺ ടവലിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൽ നനവുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
കൂടുതലായിട്ട് ഷുഗർ സിറപ്പ് ഇതിലുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉണങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു 4-5 മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കണം. കൂടുതൽ സമയം വെക്കുവാണെങ്കിൽ നല്ലതുപോലെ അത് ഉണങ്ങി വരും. ഇപ്പോൾ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ കളേഴ്സും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഡ്രൈ ആയിട്ടുള്ള ജാറിലിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയ റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.